Amster, your best immigration partner. Dream to fly? Step to Amster. Hi everyone, this is Archana, one of the language experts at Dlschool. ഇന്നത്തെ ലെസണിൽ ഞാൻ മെയിനായിട്ട് IELTS റീഡിംഗ് രണ്ട് ഗൈഡൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. ബിക്കോസ് ആ ഒരു രണ്ട് ഗൈഡൻസിൽ നമ്മൾ മൂവ് ചെയ്താൽ നമ്മുടെ റീഡിംഗ് സബ് ടെസ്റ്റിലെ സ്കോർ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ലൈക്ക് ദ ജോയ് ഓഫ് റീഡിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലൈക്ക് റീടെല്ലിംഗ് ദ സ്റ്റോറി. ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന റീഡിംഗ് പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ജോയ് ഓഫ് റീഡിംഗ് ആ ഒരു ടെക്നിക്ക് ഇൻ ദ സെൻസ് മെയിനായിട്ട് നോക്കണം, എൻജോയ് യുവർ റീഡിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ ഏതൊരു പാസേജ്, ഈവൻ നമ്മൾ പ്രാക്ടീസ് സെഷനിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പാസേജ് സെലക്ട് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആ ഒരു റീഡിങ്, അതിനകത്തുള്ള ആ ഒരു റീഡിങ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യുക. ബിക്കോസ് റീഡിങ് ഫോർ പ്ലെഷർ, ആ ഒരു ടൈമിൽ നമ്മളതൊരു പ്ലെഷറായിട്ട് ഒരു ഹാപ്പി സിറ്റുവേഷനായിട്ട് മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് റീഡ് ചെയ്യുക. സോ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ യു വിൽ ബി ഏബിൾ ടു ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് അക്കോർഡിംഗ്ലി. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്കൊരു ക്ലിയർ കണക്റ്റഡ് ആയിരിക്കും. സോ അതിനെപ്പറ്റി ഒരു ഇൻഡെപ്ത് ഓഫ് നോളജ്, ലൈക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലേക്കെല്ലാം ഇറ്റ്സ് ലൈക്ക് ആ ഒരു റീറ്റെയിൻ ഫോർ എ പീരിയഡ് ഓഫ് ടൈം. ആ ഒരു റീറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കും നമുക്ക് എഗെയിൻ നമ്മൾ ടാസ്ക് റീഡ് ചെയ്തിട്ട്, ലൈക്ക് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് പിന്നെ പാസേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇറ്റ് വിൽ ബി ക്വയറ്റ് ഈസി ഫോർ യു ടു ലൊക്കേറ്റ് ദ ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള മെയിനായിട്ട് നമ്മളപ്പോൾ ഈ ജോയ് ഓഫ് റീഡിംഗ് ടെക്നിക്സിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുക. എന്താ, എൻജോയ് യുവർ റീഡിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ റീഡ് ഫോർ എ പ്ലെഷർ. ഈ ഒരു രണ്ട് ടിപ്സും നമ്മൾ ഫോളോ ചെയ്താൽ മെയിനായിട്ട് നമുക്ക് ആ ഒരു റീഡിംഗ് പാസേജുമായിട്ട് freely we get connected into that passage. So the ആ ഒരു piece of information like general idea and also the particular specific information എല്ലാം നമ്മുടെ it stay retain for a period of time. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് അങ്ങനെ ചെയ്യുക. സോ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ആൻ അവെയർനെസ് ഓഫ് സിനോണിംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റീഡിങ് വളരെ പ്ലഷറായിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു മെയിനായിട്ട് കാണണമെങ്കിൽ നമുക്കൊരു സിനോണിംസിനെ കുറിച്ചൊരു ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഈവൻ ഫോർ ഒരു 20 minutes ടൈമെങ്കിലും ചിലപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ആ ഒരു ആൻസർ വളരെ എക്സ്പെഡീഷ്യസ് റീഡിങ് അല്ലേ. സോ ആ ഒരു ടൈം നമ്മൾ ആ ഒരു ടാസ്ക് നോക്കിയിട്ട് റീഡ് ചെയ്യുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ ഒരു ടൈമെങ്കിലും നമ്മൾ ഈ പീസ് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ മെമ്മറിയിൽ സ്റ്റിക്ക് ചെയ്യും. സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യണം, ഈ പ്രാക്ടീസ് ചെയ്യണ ഒരു ടൈമിൽ നമ്മൾ റീടെല്ലിംഗ് ദ സ്റ്റോറി നമ്മൾ എന്ത് റീഡ് ചെയ്യണമല്ലോ. സോ ട്രൈ ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ജേർണൽസ്. അപ്പോൾ ഇതെല്ലാം റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ റീഡ് ചെയ്യുന്നത് അത് ജസ്റ്റ് നമ്മളൊരു സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈവൻ if you want to write, make a note for that, and or you can start saying about that topic. നമ്മൾ ഏതിനെ പറ്റിയാണ് റീഡ് ചെയ്ത് അതിനെപ്പറ്റി സ്റ്റാർട്ട് ഓഫ് സേയിങ് ടു സംവൺ എൽസ്. നമ്മുടെ ഒരു കൊളീഗിനോടോ ലൈക്ക് ഒരു ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യാം നമ്മൾ ഇന്ന് വായിച്ച ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനെ പറ്റി. ഓർ എൽസ് യു ക്യാൻ റൈറ്റ് എ നോട്ട് റിഗാർഡിങ് ദ ടോപ്പിക് ദാറ്റ് യു റെഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ മൂവ് ചെയ്താൽ നമുക്കതൊരു നമ്മുടെ വൊക്കാബുലറി surely definitely it hasten your vocabulary level, and also the same time you will be able to improve the synonyms കളക്ഷൻസ് ടു. അപ്പോൾ നമ്മുടെ വൊക്കാബുലറിയും സിനോണിംസും എല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു രീതിയിൽ റീഡിങ് പ്രാക്ടീസ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിനായിട്ടുള്ള റീഡിങ് ടെക്നിക്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ദ ജോയ് ഓഫ് റീഡിങ്, ഒരു റീഡിങ് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്. ഫസ്റ്റ് ഈസ് ലൈക്ക് ദ ജോയ് ഓഫ് റീഡിങ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ലൈക്ക് റീടെല്ലിംഗ് ദ സ്റ്റോറി. അപ്പോൾ ഐ ഹോപ്പ് ദിസ് സെഷൻ റിഗാർഡിംഗ് ദിസ് റീഡിംഗ് ടെക്നിക്സ് ആർ clear to you, and if you feel the same, please do subscribe our channel and also press the bell icon for getting further notification from Dlschool. Amster, your best immigration partner. Dream to fly? Step to Amster.